ഡൽഹിയിൽ CBCI നടത്തുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. CBCI സെന്ററിൽ നടക്കുന്ന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കർദിനാൾമാരും ബിഷപ്പുമാരും ഉൾപ്പെടെയുള്ളവരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. लेकर आर्म फोर्सेज की जिम्मेदारियां तक ऐसा कोई क्षेत्र नहीं जहां महिलाओं ने अपना परचम न लहराया हो। दुनिया का कोई भी देश महिलाओं की तरक्की के बिना आगे नहीं बढ़ सकता और इसलिए आज जब हमारी श्रम शक्ति में लेबर फोर्स में അരവിന്ദ് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത്? CBCIയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തിയത്. എന്തായാലും ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യം ഉണ്ണിയേശുവിനെ CBCI സെന്ററിൽ പ്രത്യേകം പുൽക്കൂടുകൾ സജ്ജീകരിച്ചിരുന്നു. അവിടെ ഉണ്ണിയേശുവിനെ വണങ്ങിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ആ വേദിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിനെ ആദരിക്കുന്ന ചടങ്ങും ഈ വേദിയിൽ വെച്ച് നടന്നിരുന്നു. ക്രൈസ്തവ പുരോഹിതന്മാരും കർദിനാൾമാരടക്കമുള്ളവരായിരുന്നു ഇത്തവണത്തെ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അതിഥികൾക്കെല്ലാം നേരത്തെ തന്നെ ഇവിടേക്ക് എത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എല്ലാവരും 5:30 തന്നെ CBCI സെന്ററിലേക്ക് എത്തിയിരുന്നു. കനത്ത സുരക്ഷയാണ് ഈ CBCI സെന്ററിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിവിധ കാര്യങ്ങളാണ് പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. തനിക്ക് മാർപ്പാപ്പയെ ഇറ്റലിയിൽ പോയപ്പോൾ സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാനുള്ള അവസരം തനിക്ക് ലഭിച്ചുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ താൻ ക്രിസ്മസ് ആഘോഷത്തിന് എത്തിയിരുന്നു. ഇത്തവണ CBCI സെന്ററിൽ എത്തുകയും ഇവിടുത്തെ ജനങ്ങളെ കാണുവാൻ സാധിച്ചതും അത് തന്റെ ഭാഗ്യമായി കണക്കാക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ കർദിനാൾ പദവിയിലെത്തിയ ജോർജ് കൂവക്കാടിനെയും ഇപ്പോൾ പ്രധാനമന്ത്രി അഭിനന്ദിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ പുത്രൻ കർദിനാളെ എത്തുന്നതിൽ അഭിമാനമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പുരോഹിതന്മാരും അതുപോലെ തന്നെ ക്രൈസ്തവ നേതാക്കളുമാണ് ഇത്തവണ ഈ CBCIയുടെ ക്രിസ്മസ് ദിന ആഘോഷത്തിന് എത്തിയിരിക്കുന്നത്. അതേസമയം ചില വിമർശനങ്ങളും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മണിപ്പൂരിലടക്കം ക്രൈസ്തവ വിഭാഗം വലിയ രീതിയിലുള്ള വിമർശനം അവർക്കെതിരെ ആക്രമണവും നേരിടുന്നു. പക്ഷേ അതിനൊന്നും പ്രതികരിക്കാൻ നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. പക്ഷേ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നുവെന്നാണ് പ്രതിപക്ഷം അടക്കം വിമർശിക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അനീഷ.